വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോവയ്ക്ക കറിയാണ്. കോവയ്ക്ക കൊണ്ട് മീൻ കറി വെക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു കറിയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഈ നോയമ്പൊക്കെ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മീനൊക്കെ അവോയ്ഡ് ചെയ്തിരിക്കുന്ന സമയത്ത് മീൻ കറി കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ കോവയ്ക്ക കറി കഴിക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോവയ്ക്ക ഒരു 300 ഗ്രാം, അത്രയും വേണമെന്നൊന്നുമില്ല കേട്ടോ, കുറവായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഇപ്പം 300 ഗ്രാം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പുളിയുള്ള 1 മാങ്ങ അരിഞ്ഞെടുത്തത്, 2 മീഡിയം സവാള അരിഞ്ഞെടുത്തത്, ഇല്ലെങ്കിൽ ഒരു വലിയ സവാളയായാലും മതി, 1 കപ്പ് നാളികേരപ്പാൽ, അത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ അളന്നെടുത്തതാണ്, 1.5 കപ്പ് രണ്ടാം പാൽ, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 6-7 ചെറിയുള്ളി അരിഞ്ഞെടുത്തത്. ആദ്യം നമുക്ക് ഈ കോവയ്ക്ക 4ആയി മുറിക്കാം. 2ആയി ഇങ്ങനെ മുറിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മുറിക്കാം. കണ്ടോ, ഇങ്ങനെ 4ആയി മുറിച്ചെടുക്കാം. കോവയ്ക്ക എല്ലാം ഞാൻ നീളത്തിൽ 4ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കോവയ്ക്ക ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. നമ്മൾ അധികം ഫ്രൈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ, ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇടാം. ഒന്ന് വഴറ്റി കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. വേപ്പിലിട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇഞ്ചി വേപ്പില എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ മുളക് പൊടി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് ഇതൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഈ മാങ്ങ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിലാട്ടോ 5 മിനിറ്റ് വെച്ചത്.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി കോവയ്ക്കയിലേക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 മിനിറ്റും കൂടെ ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കറക്റ്റാണ്. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തിള വന്നാൽ മതി. ഇപ്പോൾ ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്കിടാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഇടാം. ഇപ്പോൾ ഉള്ളി നന്നായി മുരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോവയ്ക്ക കറി, അതായത് മീനില്ലാത്തൊരു മീൻ കറി തയ്യാറായി കഴിഞ്ഞു. മീൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.